എൻ്റെ വൈഫ് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അത് അപ്പോഴും തോന്നിയതാണ്. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. അത് തെറ്റായിപ്പോയി. മുന്നോട്ട് ഒരു ജീവിതമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. ഒരു മനുഷ്യൻ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ? താൻ സ്നേഹിച്ച ഒരാൾ, അതല്ലെങ്കിൽ താൻ വിവാഹം ചെയ്ത ഒരാൾ തന്നെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇടയ്ക്കിടെ നടക്കുന്ന ഈ സംഭവത്തിന് നമ്മൾ അവിഹിതം എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞപ്പോൾ വന്ന് ആളുകളൊക്കെ ഈ അവിഹിതങ്ങൾ തമാശയായി കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ ഇത് തമാശയായി കാണുന്ന ഒരാളും ഇതിന്റെ ഒരു അറ്റത്ത് എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്ന കാര്യം ഓർക്കാറില്ല എന്നുള്ളതാണ്. അയാളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആദ്യ ഭർത്താവിന് പരിഹാസങ്ങൾ മാത്രമായിരിക്കും കേൾക്കേണ്ടി വരിക. നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്, നിന്നെ ഒന്നിനു കൊള്ളാത്തത് കൊണ്ടാണ് അവൾ വേറെ സുഖം തേടി പോയത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺ വർക്ക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ സിനിമാ കഥകളെ പോലും വെല്ലുന്ന ജീവിതകഥയാണ് ഇദ്ദേഹത്തിൻ്റെത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് തന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതിന്റെ വിഷമത്തിൽ ഇദ്ദേഹം യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആദ്യം അതൊന്ന് കണ്ടുനോക്കാം. ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി മുതൽ ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് ഇല്ല, ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു സ്റ്റോൺ എന്നെ വിട്ട് പോയി. മനസ്സിലാവാത്തവർക്ക് എൻ്റെ പ്രിയതമ, എൻ്റെ വൈഫ് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അത് അപ്പോഴും തോന്നിയതാണ്. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. പ്രഷർ കൂടുതൽ കയറിയപ്പോൾ താങ്ങാൻ പറ്റാതെ ചെയ്തതാണ്. വെയിനൊന്ന് കട്ട് ചെയ്തു. അത് തെറ്റായിപ്പോയി. മുന്നോട്ട് ഒരു ജീവിതമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. പക്ഷേ അവളെയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ അല്ല, ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാം, ഭർത്താവും പോലീസ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അവളവിടെ ഹാപ്പിയാണ്. എൻ്റെ അടുത്ത് നിന്നതിനെക്കാട്ടിയും ഹാപ്പിയാണെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവൾ ഹാപ്പിയാണെങ്കിൽ പിന്നെന്താ, അവൾ ഹാപ്പിയായിട്ടിരുന്നാൽ പോരെ. അപ്പോൾ നമുക്കും ഹാപ്പിയായിട്ടല്ലേ ഇരിക്കേണ്ടത്. അപ്പോൾ എവിടെയായിരുന്നാലും ഒരു 3 വർഷം എൻ്റെ പാതിയായിരുന്നില്ലേ, സന്തോഷത്തോടു കൂടി ഇരുന്നുള്ളൂ. പക്ഷെ ഞാൻ തളരില്ല, ഞാൻ ഉയർന്നു വരും. ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺസ് അല്ല, ഫെസ്റ്റിവൽ മൈൽ സ്റ്റോൺ വ്ളോഗ്സ് കണ്ടിന്യൂ. പിന്നെ അവളുടെയും അവളുടെ കാമുകൻ്റെയും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് വേണ്ട, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഓക്കെ, അപ്പൊ ഇതാണ് വീഡിയോ. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര വിഷമായി പോയി കേട്ടോ. പക്ഷെ ആ വിഷമം കൂടിയത് എപ്പോഴാണെന്ന് അറിയോ? ഇദ്ദേഹത്തിന്റെ ലൈവ് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോഴാണ്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ വരുന്ന ലൈവ് വീഡിയോ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമാ കഥയെ വെല്ലുന്ന ജീവിതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. സുജ എന്ന് പറയുന്ന ഇപ്പൊ ഇദ്ദേഹത്തിന് ഒളിച്ചോടി പോയ ഭാര്യയെ ഇദ്ദേഹം ആദ്യമായി കാണുന്നത് അമ്പലത്തിൽ വെച്ചാണ്. അന്ന് ഇയാൾ 7, 8 എങ്ങാണ്ടുമാണ് പഠിക്കുന്നത്. പെൺകുട്ടിയെ കണ്ടപാടെ ഇദ്ദേഹത്തിന് ഒരു സ്പാർക്ക് അടിച്ചു. ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നി തുടങ്ങുന്ന ഒരു പ്രായമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അന്നാണ് സുജയോടുള്ള പ്രണയം മുട്ടിട്ട് തുടങ്ങിയത്. പക്ഷെ ആ ദിവസം അങ്ങനെ കടന്നുപോയി. പിന്നീട് കുറെ കാലത്തേക്ക് ഇദ്ദേഹം അവളെ കണ്ടിട്ടില്ല. അമ്പലത്തിൽ വെച്ച് റാൻഡമായി കണ്ടൊരു പെൺകുട്ടി, അവളോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അവൾ എങ്ങോട്ടോ പോയി, എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും ഇയാളുടെ മനസ്സിൽ അവൾ ഉണ്ടായിരുന്നു. അതിപ്പോ നമുക്ക് ആദ്യമായി ക്രഷ് തോന്നുന്ന പെൺകുട്ടിയുടെ മുഖം കുറെ കാലം നമ്മളിങ്ങനെ മനസ്സിലിട്ട് കൊണ്ട് നടക്കല്ലോ. എന്തായാലും അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം 8ാം ക്ലാസ്സിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ പഴയ ക്ലാസ്സും കൂട്ടുകാരൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിനെ പുതിയ ക്ലാസ്സിലേക്ക് മാറ്റി. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ അന്ന് അമ്പലപ്പറമ്പിൽ കണ്ട അതേ പെൺകുട്ടി അവിടെ ഇരിക്കുന്നത്. അതോടെ തോറ്റ് സങ്കടവും ക്ലാസ് മാറിയ സങ്കടവും ഒക്കെ പമ്പ കടന്നു. പിന്നെ കുറെ കാലം സുജയുടെ പിന്നാലെ നടന്നു. പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇയാൾക്ക് സുജയെ ഇഷ്ടമാണെന്ന് സുജ എങ്ങനെയോ അറിഞ്ഞു. പക്ഷെ ഇവര് തമ്മിൽ സംസാരവും മറ്റുമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലെ മോശം സാഹചര്യം കാരണം ഇദ്ദേഹത്തിന് പഠിത്തം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങേര് സുജിയെ കാണുന്നത് സുജി ഒരു തയ്യൽ കടയിൽ ജോലിക്ക് പോകുന്ന സമയത്താണ്. വീണ്ടും ഇയാൾ ഇവളെ കാണാൻ വേണ്ടി അവിടെയും ഇവിടെയും ഒക്കെ പോയി നിൽക്കും. എന്തായാലും വെറുതെ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം
തന്റെ സുജിയോടുള്ള ഇഷ്ടം അമ്മയോട് തന്നെ തുറന്നു പറഞ്ഞു. അങ്ങനെ അമ്മ സുജിയെ നേരിട്ട് കണ്ട് സംസാരിച്ചു. പക്ഷെ അപ്പോഴേക്കും സുജിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട് ഇദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആത്മഹത്യക്ക് ശ്രമിച്ചു. കുറെ കാലം ഡിപ്രഷൻ അടിച്ച് നടന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും 8 വർഷം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വീണ്ടും സുജിയെ നേരിട്ട് കാണുന്നത്. അന്ന് ഇവര് പരിചയം പുതുക്കി ഫോൺ നമ്പറൊക്കെ കൈമാറി. അങ്ങനെ ഇടയ്ക്കിടെ ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് താൻ ഡിവേഴ്സ് ആയി എന്നും മക്കളുമായി ഒറ്റക്കാണ് താമസമെന്നും ഒക്കെ സുജ ഇദ്ദേഹത്തോട് പറയുന്നത്. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഇദ്ദേഹത്തോട് സുജ പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 2 മക്കളുള്ള സുജയെ ഇദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാവുകയായിരുന്നു. അതിനെക്കുറിച്ച് ലൈവിൽ ഇദ്ദേഹം പറയുന്ന ആ ഭാഗം ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഞാനൊരു തീരുമാനം എടുത്തു. അവളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നില്ല. അവളെ ഞാൻ വിവാഹം കഴിക്കും, എൻ്റെ ഭാര്യയായിട്ട്. അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ അവൾക്ക് മെസ്സേജ് ഇട്ടു, ഇതേപോലെ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം, നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, എൻ്റെ ഭാര്യയായിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ കുട്ടികളെ വിട്ടിട്ട് അവൾക്കൊരു ജീവിതമില്ല, കുട്ടികളില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുട്ടികളെ ഞാൻ നോക്കും, എന്നാൽ കഴിയുന്ന വിധം ഞാൻ കുട്ടികളെ നോക്കും, ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുട്ടികളെ പോലെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു, 2 പെൺകുട്ടികളെ. അപ്പോൾ അവൾ പറഞ്ഞു അവളുടെ 2ാമത്തെ പ്രസവത്തോടു കൂടി അവൾ പ്രസവം നിർത്തിയതാണ്. ചിലപ്പോൾ എനിക്കിനിയൊരു കുട്ടിയെ എനിക്ക് തരാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാവാം. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കുട്ടികൾ വേണ്ട, എനിക്ക് നീയും കുട്ടികളും മതി, നീ മതി എനിക്ക് എൻ്റെ ജീവിതത്തിൽ, നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. അതാണ് പണ്ടത്തെ സ്നേഹം ഒട്ടും കുറയാതെ ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഇദ്ദേഹം വീണ്ടും സുജയെ സ്വീകരിക്കാൻ തയ്യാറായത്. താൻ പണ്ട് സ്നേഹിച്ച പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്കൊരു കുഞ്ഞിനെ തരാൻ അവൾക്ക് കഴിയില്ല എന്ന് അറിഞ്ഞിട്ട് കൂടിയും അയാൾ അവളെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. എന്തായാലും എന്നിട്ടാണ് അവൾ അയാളെ വഞ്ചിച്ചു പോയത്. ഇനി ഇങ്ങനെ എത്ര പേര് ഇവൾ വഞ്ചിക്കുമെന്ന് ആർക്കറിയാം. അങ്ങനെ ഇയാൾ ആഗ്രഹിച്ച പുറത്തിന് സുജയെ കല്യാണം കഴിച്ച് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സുജയിൽ ചില മാറ്റങ്ങളൊക്കെ ഇദ്ദേഹം കാണുന്നത്. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ അടുത്ത് ചെറിയ രീതിക്ക് ഒരു അകൽച്ച തുടങ്ങി. അതെനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എൻ്റെ അടുത്തൊരു അകൽച്ച. അത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതെനിക്ക് അറിയാം. എനിക്ക് മാനസികമായിട്ട് അത് ഒരുപാട് വിഷമമുണ്ടാക്കി. ഇവൾ എന്തായിരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, എൻ്റെ അടുത്തൊരു ദേഷ്യവും എന്തൊക്കെയോ പോലെ എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവളുടെ ഫോണിലൊരു വീഡിയോ കോൾ വന്നു. അതൊരു ലേഡിയുടെ പേരായിരുന്നു സേവ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരുടെ 12 മണിക്ക് നിന്നെ വീഡിയോ കോൾ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു അത് അവളുടെ ഒരു പഴയൊരു കൂട്ടുകാരിയാണ്, അവൾക്ക് നമ്പർ മാറിയതായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ പെട്ടെന്ന് ഫോൺ മേടിച്ച് വെച്ചിട്ട് അവൾ വിഷയം മാറ്റി നമ്മൾ വേറെ സംസാരത്തിലോട്ടൊക്കെയാണ്. ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ പതുക്കെ സുജ അദ്ദേഹത്തിൽ നിന്നും അകലാൻ തുടങ്ങി. ഒരുമിച്ച് കിടക്കാതെയായി. എപ്പോൾ ഫോൺ വിളിച്ചാലും ബിസി ആയിരിക്കും. ഇയാൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം അമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുജ അവളുടെ വീട്ടിലേക്ക് പോയി. കയ്യിൽ കുറെ തുണികളൊക്കെ എടുത്തിട്ടായിരുന്നു പോയത്. അന്ന് തന്റെ ഭാര്യ തന്നോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൾ എന്നേക്കുമായി തന്നിൽ നിന്നും അകന്നു പോവുകയാണ്, യാത്ര പറഞ്ഞു പോവുകയാണ് എന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അമ്മയുടെ വീട്ടിൽ പോയി 2 ദിവസം നിന്നതിന് ശേഷം താൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നും പറഞ്ഞ് സുജ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ പിന്നീട് അവളുടെ ഒരു വിവരവുമില്ല. മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. സുജ ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് വൈകാതെ തന്നെ അറിയാൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല. തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഇദ്ദേഹം ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ മരണവും ഇദ്ദേഹത്തെ കൈവിട്ടു. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു. അവർക്ക് കേസ് ക്ലോസ് ചെയ്യണമല്ലോ. സുജയും കാമുകനും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഇദ്ദേഹത്തോടും അങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ കൂടി ഇദ്ദേഹം സുജയെ കാണുകയാണ്. ബാക്കി ഇദ്ദേഹം തന്നെ പറയും. 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇവരെയും കാത്തിരിക്കുകയാണ്. ഞാൻ നോക്കിയിരിക്കുകയാണ്. എൻ്റെ പെണ്ണ് മറ്റൊരുവനായിട്ട് വരുന്നത് നോക്കി ഞാനിരിക്കുകയാണ്. അവരെയും കാത്തിരിക്കുകയാണ്. അവർ വരുന്നത് നോക്കി. അവസാനം അവർ വന്നു. ഞാൻ കണ്ടു അവൾ അനീഷിനൊപ്പം വരുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, മനസ്സറിയാതെ ഞാൻ പറഞ്ഞു പോയി, ഇത് കാണിക്കാനാണോ ദൈവമേ എന്നെ വീണ്ടും ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്? എനിക്ക് അറിഞ്ഞൂടാ, അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് അറിഞ്ഞൂടാ. അപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലുമില്ല. അവൾ അവനൊപ്പം സ്റ്റേഷനിലേക്ക് കയറിപ്പോയി. ഞാനതിങ്ങനെ നോക്കി നിൽക്കുക. ഇത് ഞാൻ ഉറങ്ങുവാണോ? ഞാൻ സ്വപ്നം കാണുവാണോ? ഞാനിങ്ങനെ ആടിയാടി നിൽക്കുക. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് എൻ്റെ റിലേ മൊത്തം പോയി. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അവിടുത്തെ സാറ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, അവർ 15 വർഷമായിട്ട് അവർ ഇഷ്ടത്തിലായിരുന്നു.
ഇവളൊരു ആദ്യം ഒരു വിവാഹം കഴിച്ചു. അതിൽ 2 കുട്ടികളുണ്ട്. അതെന്താ പ്രശ്നത്തിൽ അവർ ഡിവോഴ്സായി. അവളുടെ ആ ഒരു അവസ്ഥയിൽ ഞാൻ അവൾക്കൊരു ജീവിതം കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 15 വർഷത്തെ പ്രണയം എങ്ങനെ വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊരവസ്ഥ ആണല്ലേ. ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. എത്രയോ കാലം സ്നേഹിച്ച പെണ്ണ്, പക്ഷെ അവളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ വിധി വീണ്ടും അവളെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിച്ചു. എന്നിട്ട് വീണ്ടും ഇദ്ദേഹത്തിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ജീവിതം ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചില കൈവിട്ട കളികളൊക്കെ കളിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന്, പക്ഷെ സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. എന്നാലും ഏറ്റവും പ്രിയപ്പെട്ടവളിൽ നിന്നും കൊടും വചനം ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷെ നിങ്ങൾ തളരരുത്. ജീവിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. നിങ്ങളെ ചതിച്ച പെണ്ണിന് മുന്നിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.